ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 350 രൂപ പരസ്യവിലയുള്ള ഒരു കുട 315 രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുടയുടെ പരസ്യവില തന്നിട്ടുണ്ട് 350 രൂപ എന്നും, പിന്നെ അത് വിൽക്കുന്നത് 315 രൂപയ്ക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കാണുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഡിസ്കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പരസ്യവിലയും വിറ്റ വിലയും എന്ത് ചെയ്യുക? വ്യത്യാസം എടുക്കുക. ഓക്കെ, അപ്പോൾ പരസ്യവില മൈനസ് വിറ്റ വില കാണുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എത്രയാണെന്ന് കിട്ടും. ഇനി ഡിസ്കൗണ്ടിന്റെ ശതമാനം കാണാനുള്ള ഫോർമുല ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എത്രയാണോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് അതേ ഡിവൈഡഡ് ബൈ എന്ത് കാണുക? പരസ്യവില ഇൻറ്റു 100. പെർസെൻറ്റേജിലോട്ടാണ് വേണ്ടത്, അപ്പോൾ 2 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്കൗണ്ട് കാണാൻ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. 350ഉം 315ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ വരിക? 35 രൂപയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇനി ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് എത്രയാണോ കിട്ടി അതേ ഡിവൈഡഡ് ബൈ പരസ്യവില ഇൻറ്റു 100. അപ്പോൾ കിഴിവ് എന്ന് പറയുന്നത് 35 അല്ലേ ഡിസ്കൗണ്ട്. ഡിവൈഡഡ് ബൈ പരസ്യവില എത്രയായിരുന്നു? 350. അതിന് നമുക്ക് പെർസെൻറ്റേജിലാണ് വേണ്ടത് അല്ലേ, ശതമാനത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാം. 0യും കട്ട് ചെയ്യാം, 35ഉം കട്ട് ചെയ്യാം അല്ലേ. 35 ഡിവൈഡ് ബൈ 35 എന്താ? 1 ആണ് കിട്ടുന്നത്. 1 ഇൻറ്റു 10 ആണ്. സോ ആൻസർ എത്ര വരും? 10% എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരവായിട്ട് വരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 2 ഫോർമുല അറിഞ്ഞു ഇന്ന് നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്